ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നടനാണ് നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ. ഈ അകാലത്തിൽ പൊലിഞ്ഞു പോയ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടനെ പറ്റി ഓർക്കാത്തതും അതുപോലെ തന്നെ ഒരു നിമിഷം ചിന്തിക്കാത്തതുമായിട്ടുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും നല്ലൊരു നടനായിരുന്നു നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ. ഇപ്പം കുറച്ച് നാളായിട്ട് കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യയായ രേണു കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ റീൽസും അങ്ങനെയൊക്കെ, പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളും നാടകങ്ങളിലും ഒക്കെ രേണു പങ്കെടുത്ത് അഭിനയിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ ചൊല്ലി കുറേ ആളുകൾ വളരെ മോശമായിട്ടുള്ള കമൻസുകളും രേണുവിനെ പരിഹസിച്ച് എത്രത്തോളം വേദനിപ്പിക്കാം അത്രത്തോളം വേദനിപ്പിച്ചുകൊണ്ടുള്ള കമൻസുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രേണു ഒരു ഇൻസ്റ്റയിലൊരു റീൽ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് പേര് രേണുവിനെ വിമർശിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രേണു ചെയ്ത തെറ്റ് എന്താണ്? ഇപ്പം നമ്മുടെയൊക്കെ ഒരു ഭർത്താവ് മരിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ വെള്ള സാരിയും ഉടുത്ത് മിണ്ടാതിരിക്കുകയും ആരോടും മിണ്ടാതെയും പറയാതെയും അതുപോലെ തന്നെ പിന്നെ വെളിയിലോട്ട് ഇറങ്ങാതെ മേക്കപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പൗഡറോ അല്ലെ എന്തെങ്കിലും ഒന്ന് ഒരുങ്ങുകയോ ഒന്നും തന്നെ ചെയ്യാതെ ഒരു മൂലയിൽ ഇരിക്കണം എന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? ഈ കമൻസ് ഇടുന്നത് കൂടുതലും പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്, രേണുവിനെ പോലുള്ള സ്ത്രീകളാണ്. അപ്പോൾ പെണ്ണിനൊരിക്കലും ആ പെണ്ണിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് എനിക്കിവിടെ ബോധ്യപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പം രേണു സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതെ ഈ റീൽസും കാര്യങ്ങളും ഒന്നും ഇടാതെ ഒരു വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുകയായിരുന്നെങ്കിൽ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന സ്ത്രീകൾ രേണുവിനെ പറ്റി ഒന്ന് അന്വേഷിക്കുമായിരുന്നു. ഇപ്പോൾ രേണുവിൻ്റെ അവസ്ഥ എന്താണ്? അവർക്ക് കഴിക്കാനുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് ഉടുക്കാനുണ്ടോ? അവരുടെ മക്കളെ അവരെങ്ങനെ വളർത്തുന്നു? അതുപോലെ തന്നെ അവരുടെ മുന്നോട്ടുള്ള ജീവിത സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് എന്നാരെങ്കിലും, അവർക്ക് സങ്കടമുണ്ടോ എന്നാരെങ്കിലും തിരക്കുമായിരുന്നു? ഒരിക്കലുമില്ല. ഈ പറയുന്ന നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഒരാൾ പോലും അവരെ പറ്റി ഒന്ന് തിരക്കാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനോ ആരും തന്നെ കാണത്തില്ല. ഇപ്പോൾ അവർക്കിഷ്ടപ്പെട്ട ഒരു മേഖലയായ അഭിനയം തിരഞ്ഞെടുത്ത് മുന്നോട്ട് വന്നപ്പോഴാണ് അവരെ ഇത്രത്തോളം വിമർശിക്കുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അവരെ വിമർശിക്കുകയാണോ വേണ്ടത്, അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുകയാണോ വേണ്ടതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. കാരണം ഈ രേണുവിനെ കാണുമ്പോൾ ഇപ്പോൾ ഭർത്താവ് മരിച്ചുപോയ പല സ്ത്രീകൾക്കും ഒരു പ്രചോദനമായിരിക്കും. കാരണം ഒരു വീട്ടിൽ ഒതുങ്ങി കൂടിയാൽ തന്നെ മക്കളെ വളർത്താൻ ആരും വരത്തില്ല, അല്ലെ ഒരു 5 or 10 അല്ലെ ആരെങ്കിലും കൊടുക്കുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പൈസ തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വരെയും നമ്മളൊരു ബാധ്യതയാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു നിലയ്ക്ക് പല സ്ത്രീകൾക്കും മുന്നോട്ട് വരാൻ എന്താണോ നമ്മുടെ കഴിവ് അത് നമ്മൾ കണ്ടെത്തി നമുക്കുള്ള ജീവിത മാർഗം നമ്മൾ തന്നെ കണ്ടെത്തുക. ഇനി അത് ഭർത്താവുണ്ടോ ആരുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ ഇന്ന് എന്ത് തൊഴിലും ചെയ്ത് ജീവിക്കാം, മാന്യമായിട്ടുള്ള എന്ത് തൊഴിലും ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ ഇതും നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ജീവിത മാർഗത്തിന്, ഒരു വരുമാന മാർഗം നമ്മൾ കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെയുള്ളപ്പം രേണുവിന് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് അഭിനയം. അപ്പോൾ അത് തിരഞ്ഞെടുത്ത് രേണു മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇനി അതിലിച്ചിരി മേക്കപ്പോ അല്ലെ ഇനി റീൽസോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് എല്ലാത്തിനും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അവർ ഒരുപാട് ഉയരങ്ങളിലെത്താൻ വേണ്ടി നമ്മൾ അവർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഇടുമ്പോൾ വീണ്ടും നല്ല രീതിയിൽ അവർ മുന്നോട്ട് വരും. അതുപോലെ തന്നെ പണ്ടായിരുന്നു ഇപ്പോൾ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണം എന്നൊക്കെ പറയുന്ന റൂളും കാര്യങ്ങളൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും, നമ്മുടെ കഴിവ് എന്താണോ ആ രീതിയിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അന്നേരം നമ്മുടെ കഴിവ് കണ്ടെത്തി നമുക്ക് ഏതാണോ ഇഷ്ടം ആ ലെവലിൽ നമുക്ക് ജീവിക്കാം. ഇപ്പോൾ മറ്റൊരാൾ പറയുന്ന രീതിയിൽ ജീവിക്കാൻ ഒരിക്കലും തന്നെ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നാളെ നമ്മുടെ വീട്ടിലും ഇതേ അവസ്ഥ വരുമ്പോഴേ നമുക്കതിൻ്റെ തീവ്രത എത്രത്തോളം വലുതായെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ.
ഇപ്പോൾ രേണു കുറേ കാര്യങ്ങൾ ഭർത്താവ് മരിച്ച് അവർ അനുഭവിക്കുന്ന വേദനകളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഈ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എന്താണ് അതൊരു വെറും കഥ, അല്ലെങ്കിൽ ആ കേൾക്കുന്ന ആ മിനിറ്റിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് അനുഭവിക്കുന്നതും വേദനിക്കുന്നതും ഫുള്ള് ആ സ്ത്രീയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഒരാളെ വിമർശിക്കാൻ നമുക്ക് ആർക്കും പറ്റും, പക്ഷേ അതുപോലെ തന്നെ ആ വ്യക്തിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ഒരാൾക്കും പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.